കാര്യത്തിൽ കേൾക്കുള്ള ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അരുണും രാജീവും ആണെങ്കിലും നമ്മളെ സുധിയെ പിടിച്ച് തറയിരുത്തിയൊക്കെ പരിഹസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ ആ സമയത്ത് നമ്മളെ നിധിയാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നിധിയെ കാണുമ്പോഴാണെങ്കിലും നമ്മളെ രാജീവനാണെങ്കിലും പിടിച്ചൊക്കെ നമ്മളെ സുധിയെ എഴുതിപ്പിക്കാനൊക്കെ നോക്കിയിട്ട് പറയുന്നുണ്ട്. കേട്ടോ മോളെ, ഒരേ സമയത്ത് രണ്ടുപേരായിട്ടൊക്കെ അഭിനയിക്കാനൊക്കെ നല്ല അസാധ്യ കഴിവാണ് നമ്മളെ സുധിക്കെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലും ഇങ്ങനെയാണോ സുധി പെർഫോമൻസ് ഒക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നിധിയെടുത്ത്. അപ്പം നമ്മളെ രാജീവൻ പറയുന്നുണ്ട് എന്ത് പറഞ്ഞാലും അതിനെക്കുറിച്ചൊരു കഥ അങ്ങ് പറയുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മളെ നിധി പറയുന്നുണ്ട് കുറച്ച് ഹ്യൂമർ സെൻസ് കൂടുതലാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടാണ് രാജീവൻ പറയുന്നുണ്ട് വാ മോളെ ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സുധിയും പിടിച്ചൊക്കെ അവരോട് സോഫയിലൊക്കെ ഇരുത്തിയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ ഭയങ്കര നമ്മളെ സുധിയെക്കുറിച്ച് ഭയങ്കര സന്തോഷവും നല്ല കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ സുധിയെക്കുറിച്ച് ഒക്കെയൊക്കെ പറയുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കേൾക്കുന്ന നമ്മളെ നിധിയാണെങ്കിൽ ഇവർ പറയുന്നില്ല സത്യമാണെന്നൊക്കെ പറഞ്ഞ് നിധി വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ നിധിയാണെങ്കിൽ നിധിയുടെ റൂമിലോട്ടൊക്കെ പോയി ഇരുന്നിട്ടാണെങ്കിൽ കുറച്ച് സന്തോഷത്തോടെയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ സാന്ദ്ര ആണെങ്കിൽ അങ്ങോട്ട് വരെയൊക്കെ ചെയ്യുന്നത്. നമ്മളെ നിധിയാണെങ്കിൽ പറയും വായ എടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് സാന്ദ്ര അവിടെ. അപ്പം നിധി എടുത്ത് ചോദിക്കും നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നതെന്ന് നോക്കുമ്പോൾ ഇല്ല എൻ്റെ റൂമിൽ ഞാൻ ഇരുന്നിട്ട് കുറേ നാളായില്ലേ, അങ്ങനെ വന്ന് ഞാൻ ചുമ്മാ കുറച്ച് നേരം ഇവിടെ ഇരുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ സാന്ദ്ര പറയുന്നുണ്ട് എന്താ മോളെ അച്ഛൻ അങ്ങനെ പെട്ടെന്ന് വരാൻ കാരണം എന്ന് നോക്കുമ്പോഴത്തേക്ക് പറയുന്നുണ്ട് അത് സുധി നീണക്ക് ഒരു ഓട്ടം പോയിരുന്നു. അപ്പോഴത്തേക്ക് അവിടുന്ന് പിന്നെ അച്ഛനെയും പിക്കപ്പ് ചെയ്ത് തിരിച്ച് കൊണ്ടാക്കിയത് സുധിയാണ്. അങ്ങനെ സുധി അങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് ഞാൻ അച്ഛനെ ഒരുപാട് മിസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടത്തി. അപ്പോൾ അങ്ങനെ അച്ഛൻ എന്നെ കാണാൻ വന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. നിധി ആ സമയത്താണ് നമ്മൾ സാന്ദ്ര ചോദിക്കുന്നുണ്ടാണെങ്കിൽ ഇവിടെ നിന്നൂടെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നിധി പറയുന്നുണ്ട് ഇല്ലാട്ടത്തി എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഞാൻ ഒരാഴ്ചയെന്നും പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അതുപോലെ ഞാൻ അവിടെ ഒരുപാട് കമ്പനികളിലൊക്കെ ജോലിക്കൊക്കെ ഇങ്ങനെ അപേക്ഷിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്, അപ്പോൾ എനിക്ക് പോകണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നിധി. അപ്പോൾ നമ്മൾ സാന്ദ്ര പറയുന്നുണ്ട് മോളെ നിനക്കിപ്പോൾ ഒരു പറ്റിയ ചാൻസാണ് കിട്ടിയത്, നീ ആണെങ്കിൽ എല്ലാ സത്യങ്ങളും നീ അച്ഛൻ്റെ അടുത്ത് പറയാൻ പറയുന്നുണ്ട്. അപ്പം നിധി പറഞ്ഞ് എന്ത് സത്യം ഏട്ടത്തി എന്ന് പറയുമ്പം നീ എന്താ നിധി ഇങ്ങനെയൊക്കെ പറയുന്നത്, നിനക്കറിയത്തില്ലേ നിൻ്റെ കല്യാണം എങ്ങനെയാണ് നടന്നെന്നുള്ള കാര്യങ്ങളും എന്നൊക്കെ അച്ഛൻ്റെ അടുത്ത് നീ സത്യം പറയാനൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കാണല്ലോ അച്ഛനിക്ക് എന്തെങ്കിലും ദേഷ്യങ്ങളോ കാര്യങ്ങളോ നിൻ്റെ അടുത്തുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് തീരുമല്ലോ എന്നൊക്കെ പറയും കേട്ടോ. ആ സമയത്താണ് നമ്മൾ നിധി പറയില്ല ഏട്ടത്തി ഞാനാണെങ്കിൽ സത്യം പറയത്തില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ തിരിച്ച് സുധീയുടെ കൂടെ അച്ഛനെ അയക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് തിരിച്ച് പോയേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പം നമ്മൾ സാന്ദ്ര പറയുന്നുണ്ട് അതിനെ നിന്നെ വിടണ്ട, നീ പോകണ്ട, നീ എന്തിനാ അവിടെ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ എങ്ങനെ ആ വീട്ടിൽ പോയി കഴിയുന്നതെന്നൊക്കെ നമ്മൾ സാന്ദ്ര ചോദിക്കുന്നുണ്ട്. എങ്കിലും നീ അച്ഛൻ്റെ അടുത്താണെങ്കിൽ ആ സത്യങ്ങളൊന്നും പറയാൻ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നിധി പറയുന്നുണ്ട് ഞാൻ പറയത്തില്ല എന്ന് പറയുമ്പോൾ സാന്ദ്ര ചോദിക്കുന്നുണ്ട് എന്നാൽ ഞാനെങ്കിലും പറയട്ടെ, വേണ്ട ഇടത്തിയും പറയണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്ക് ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ എന്നൊക്കെ നമ്മൾ നിധി പറയുന്നത്, അല്ലെങ്കിൽ എന്നെ ജോലിക്കൊന്നും പോകാതെ തന്നെ ഇവിടെ വീട്ടിൽ തന്നെ പിടിച്ചിരുത്തിയിരിക്കും, അതെനിക്ക് പറ്റത്തില്ല എന്നൊക്കെ നമ്മൾ നിധി പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ സാന്ദ്ര പറയുന്നുണ്ട് എനിക്ക് പിന്നെ നീ ആ വീട്ടിൽ പോകാതെങ്കിലും ഇരിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നിധി പറയുന്നുണ്ട് ഏട്ടത്തേക്ക് മാത്രമേ ഉള്ളൂ ആ വീട് ഇഷ്ടപ്പെടാത്തത്, എനിക്ക് ആ വീട് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ പറയുന്നുണ്ട്. നിധി പറയുന്നുണ്ട് ഏട്ടത്തി നമുക്ക് ആ ടോപ്പിക്ക് വിടാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നിധി പറയുന്നുണ്ട് ഏട്ടത്തിയാണെങ്കിൽ ആ വീട്ടിൽ വന്ന് 1 മണിക്കൂർ നിന്ന് എക്സ്പീരിയൻസിലാണ് ഏട്ടത്തി പറയുന്നത്, പക്ഷേ ഞാൻ ആ വീട്ടിലിപ്പോൾ 3-4 മാസം കൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്. അവരൊക്കെ എനിക്ക് വേണ്ടി ഒരുപാട് സുധിയുടെ ചേട്ടനും അനിയന്മാരാണെങ്കിലും എനിക്ക് വേണ്ടി ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ വെറുതെ അവരെ അവിടെ ഇട്ടിട്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല, എന്തായാലും അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് അവർക്ക് എന്തെങ്കിലും എനിക്ക് ചെയ്തു കൊടുത്തിട്ട് വേണം അവിടെ നിന്ന് പോകാനെന്നൊക്കെ നമ്മൾ നിധി പറയുമ്പോഴത്തേക്ക് സാന്ദ്ര ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ ഭ്രാന്ത് വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നിധി പറയുന്നുണ്ട് ഏട്ടത്തി അവിടുത്തെ സുഭാഷ് ഏട്ടനാണെങ്കിൽ എനിക്ക് എൻ്റെ സ്വന്തം ഏട്ടനാണ്, അത് കണക്ക് തന്നെ എനിക്ക് നികേഷ് ആണെങ്കിൽ എനിക്ക് എൻ്റെ സ്വന്തം അനിയനെ കണക്കാന്നൊക്കെ നമ്മൾ നിധിയാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ നമ്മളെ സാന്ദ്ര അടുത്ത്. പിന്നെ നമ്മൾ സുഭാഷ് ആണെങ്കിൽ നമ്മൾ ഹരീഷിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹരീഷ് ആണെങ്കിൽ ഫോൺ കോളൊക്കെ വരുന്ന സമയത്താണെങ്കിൽ നമ്മൾ നീതു എന്ന് പറഞ്ഞിട്ട് വന്ന് ഫോൺ എടുക്കുമ്പോൾ പറയാം അയാളാണോ എന്നൊക്കെ ചോദിച്ചിട്ടാണെങ്കിൽ ആ പറ കാര്യം എന്താണെന്നൊക്കെ നമ്മൾ ഹരീഷാണെങ്കിൽ സുധിയെടുത്ത് ചോദിക്കുന്നു. സുധിയാണെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ രാജീവനാണെങ്കിലും അതൊക്കെ നമ്മൾ നിധിയുടെ ആങ്ങളെയൊക്കെ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിധിയെ കാണുമ്പോൾ അവർ ഭയങ്കര സ്നേഹം അല്ലാത്തപ്പം എല്ലാവരും എന്നെ ഒരുമാതിരി പുച്ഛിച്ച രീതിയിലൊക്കെ എന്നെ സംസാരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ഹരീഷ് പറയുന്നു ഇത്രയേ ഉള്ളൂ, ഞാൻ വിചാരിച്ചേക്ക് ഇയാൾക്ക് അവിടെ ഇതിനെക്കാട്ടി വലിയ ടോർച്ചറൊക്കെ ആണെന്ന് പറഞ്ഞത്. അപ്പോഴത്തേക്കും നമ്മൾ സുധി ചോദിക്കുന്നുണ്ട് അതെന്താ കെട്ടിയിട്ട് എന്നെ അടിച്ചാൽ മാത്രമേ ടോർച്ചർ ആവത്തുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സുധി ചോദിക്കുന്നുണ്ട് പറ അവിടെ എന്താ ഉണ്ട് വിശേഷം എന്നൊക്കെ പറയുമ്പം നമ്മൾ ഹരീഷ് പറയുന്നത് നല്ല വിശേഷം, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ സമാധാനം, ഞങ്ങളെല്ലാം നല്ല സന്തോഷത്തിലാന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് തീർക്കുക ഇയാൾ ഇങ്ങോട്ട് ഇപ്പോൾ വരണ്ടെന്നൊക്കെ നമ്മൾ ഹരീഷ് പറയുമ്പോഴത്തേക്ക് സുധി പറയും ഡാ വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മൾ ഹരീഷ് ആണെങ്കിൽ നീതു ആണെങ്കിൽ വഴിക്ക് ശരിയാക്കാൻ കൊണ്ട് കൊടുത്തതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സുധിയെടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ സുധി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നിധി അങ്ങോട്ട് കൊണ്ട് പറയും ആരടുത്ത് സംസാരിക്കുന്ന കുറേ നേരം ആയല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഹരീഷിൻ്റെ അടുത്താന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നിധിയാണെങ്കിൽ ഫോൺ മേടിച്ച് ഹരീഷിൻ്റെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ സുഭാഷ് ചേട്ടനെ ചോദിക്കുമ്പോൾ സുഭാഷ് ചേട്ടനെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ സുഭാഷ് ചേട്ടൻ വന്ന് സംസാരിക്കുമ്പോഴത്തേക്കും നിധി പറയും ഏട്ടാ ഞാനെന്നാൽ
വീഡിയോ കോൾ വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ അവർ വീഡിയോ കോളൊക്കെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അവർ വിളിച്ച് ഫോണൊക്കെ സംസാരിച്ചിട്ടാണെങ്കിൽ നിധിയാണെങ്കിൽ ഫോൺ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ സുധിയെടുത്ത് പറയുന്നുണ്ട്. എന്നാൽ തന്നെയാണെങ്കിൽ ഉറക്കം വരുമ്പോഴത്തേക്കും അങ്ങോട്ട് എൻ്റെ റൂമിലോട്ട് വരാൻ പറയും. അപ്പോഴത്തേക്കും നമ്മൾ സുധി ചോദിക്കുക ഇയാളുടെ റൂമിലോട്ടോ ഞാൻ വരത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് വന്നാൽ കുഴപ്പമാകുമെന്ന് പറയുമ്പോഴത്തേക്ക് നിധി പറയുന്നുണ്ട് വന്നില്ലെങ്കിലാണ് കുഴപ്പമാവുന്നത്, പിന്നെ അവരൊക്കെ ഓരോ ഡൗട്ടൊക്കെ തോന്നും, എൻ്റെ റൂമാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നിധി പറഞ്ഞിട്ടങ്ങ് പോകുന്ന സമയത്താണെങ്കിൽ സുധിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ട് സുധി അവിടെ നിന്ന് ചെറിയൊരു ഡാൻസൊക്കെ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മളെ നിധിയുടെ അമ്മയാണെങ്കിൽ പാലൊക്കെ കൊണ്ട് നമ്മൾ അരുണിന് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അരുൺ പറയുന്നുണ്ട് ആ മോള് വന്നപ്പോഴത്തേക്ക് പഴയ ശീലമൊക്കെ തുടങ്ങിയല്ലോ എന്ന് പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ നിധിയുടെ അമ്മ പറയുന്നുണ്ട് അതിപ്പോൾ അവളാണെങ്കിൽ 3-4 മാസം കൊണ്ട് അങ്ങ് ഒരു കോലമായിപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അവളെ ഒന്ന് റെഡിയാക്കി എടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ രാജീവനാണെങ്കിൽ ചോദിക്കുന്നുണ്ട് മോൾ എന്തെന്ന് ചോദിക്കുമ്പോഴത്തേക്കും മുകളിൽ നിൽക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം രാജീവൻ ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് എന്തിനാണ് അവൾ മുകളിൽ പോയെന്നൊക്കെ ചോദിച്ചിട്ടാണെങ്കിൽ രാജീവൻ പറയും എന്തായാലും മോളെ ഇങ്ങോട്ട് വിളിക്കാനൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നിധിയുടെ അമ്മ അങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ രാജീവനാണെങ്കിലും അരുണാണെങ്കിലും നമ്മൾ പിന്നെ സുധിയെ എവിടെ കിടത്തുമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രാജീവൻ ചോദിക്കുന്നത് ആ ഡ്രൈവറെ എവിടെ കിടത്തുന്നതെന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നു. അരുൺ പറഞ്ഞാൽ എന്തായാലും നിധിയുടെ റൂമിൽ കിടത്താൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് രാജീവൻ പറയുമ്പോഴത്തേക്ക് നിധി അതിനെ സമ്മതിക്കുമോ എന്നൊക്കെ രാജീവൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ അരുൺ പറയുന്നുണ്ട് അവൻ ഡ്രൈവറായിട്ട് വന്നപ്പോൾ എവിടെ കിടന്നത് അവിടെ തന്നെ കിടത്തിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളെ സുധിയാണെങ്കിൽ ഒളിഞ്ഞ് നിന്നൊക്കെ കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സുധി പറയുന്നുണ്ട് ഞാൻ നിധിയുടെ ഭർത്താവാണെങ്കിൽ ഞാൻ നിധിയുടെ റൂമിൽ തന്നെ ഞാൻ കിടക്കുമെന്നൊക്കെ നമ്മൾ സുധിയാണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടൊക്കെ നിൽപ്പുണ്ടോ. പിന്നെ നമ്മൾ നിധിയാണെങ്കിൽ അങ്ങോട്ട് വരുന്ന സമയത്താണ് നമ്മൾ സുധി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നത് ഹായ് അങ്കിൾ ഹായ് അളിയാന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നിധിയോട് ചോദിക്കുന്നത് നിധി നമ്മളെ റൂം എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ അരുൺ എന്തോ പറയാൻ വേണ്ടി വരുന്ന സമയത്താണെങ്കിൽ നമ്മൾ സുധി പറയുന്നുണ്ട് ആ അളിയ റൂം എവിടെയാണെന്ന് അളിയൻ പറയാൻ വന്നത് എനിക്കറിയാം, ഞാനാണെങ്കിൽ കല്യാണത്തിന് മുമ്പാണെങ്കിൽ ഇവിടെ വന്നുള്ള സമയത്താണെങ്കിൽ ഒരുപാട് വട്ടം ഞാൻ റൂമിൽ പോയിട്ടുള്ളതല്ലേ, പെട്ടിയും സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഞാൻ പോയിട്ടുള്ളതല്ലേ, അപ്പോൾ എനിക്കറിയാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ നമ്മൾ സുധിയാണെങ്കിൽ നിധിയെടുത്ത് പറയുന്നുണ്ട് നിധി ഇപ്പം ഒരുപാട് നാളിന് ശേഷം വന്നില്ലേ അച്ഛൻ്റെ അടുത്തും ഏട്ടൻ്റെ അടുത്തൊക്കെ സംസാരിച്ചൊക്കെ എഴുതിട്ട് പയ്യെ വന്നാൽ മതിയെന്നൊക്കെ സുധി പറഞ്ഞിട്ടാണെങ്കിൽ റൂമിലോട്ട് പോകുന്ന സമയത്ത് റൂമിൽ കയറുമ്പോൾ നമ്മളെ സുധിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുന്നതൊക്കെ ചെയ്യുന്നുണ്ട് സുധി. എന്നിട്ട് അവിടെ കട്ടിലോട്ട് കിടക്കാൻ വേണ്ടി പോകുന്ന സമയത്താണെങ്കിൽ തറയിൽ പാവിരിച്ചിരിക്കുന്നതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ സുധി പറയുന്നുണ്ട് ഓഹോ എല്ലാം പ്രിപ്പയർ ചെയ്തൊക്കെ ഇട്ടിരിക്കുമല്ലേ, എന്നാലും കുഴപ്പമില്ല തറയെങ്കിലും തറ, എന്തായാലും ഇപ്പോൾ ഒരു റൂം വരെ എത്തിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ നിധിയാണെങ്കിൽ റൂമിലോട്ട് വരുന്ന സമയത്താണെങ്കിൽ നമ്മളെ സുധി പറയുന്നത് വന്നോ അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ നിധിയെ വിളിക്കുന്നത്, നിധിയുടെ റൂമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് എന്താ സംസാരമൊക്കെ കഴിഞ്ഞു അച്ഛനും ഏട്ടനൊക്കെ ആയിട്ടുള്ള സംസാരം കഴിഞ്ഞു നിൽക്കുമ്പോഴത്തേക്ക് നിധി പറയുന്നുണ്ടോ അങ്ങനൊന്നും സംസാരിച്ചൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നിധിയാണെങ്കിൽ കഥ കുറ്റിയിടുമ്പോൾ സുധി പറയുന്നത് നല്ലപോലെ കുറ്റിയിട്ടോ അല്ലെങ്കിൽ പിന്നെ അച്ഛനും ഏട്ടനും ഇങ്ങോട്ട് വരുമോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിധി ചോദിക്കുന്നത് അതിന് അച്ഛനും ഏട്ടനും എന്തിനാ ഇങ്ങോട്ട് വരുന്നത്, അല്ല കുറേ നാളിന് ശേഷം കണ്ടതല്ലേ അപ്പോൾ പിന്നെ എന്തെങ്കിലും സംസാരിക്കാൻ ഉണ്ടെങ്കിലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട് അതിനിപ്പോൾ 3-4 ദിവസം ഉണ്ടല്ലോ എന്നൊക്കെ നമ്മൾ നിധിയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.